വേറൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട് കേട്ടോ. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, മക്കളെ ഓർത്ത് ജീവിക്കണം, ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് പറയുന്നതാണോ മര്യാദ? നിങ്ങൾ പറ. ചിലപ്പോ ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അവര് പരസ്പരം മാറി അല്ലെങ്കിൽ പിരിഞ്ഞു പോകണമെന്ന് തീരുമാനിക്കുന്നത് അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടല്ലേ. അപ്പൊ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാ ഉള്ളതെന്ന് പറ. അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും അവിടെ ചിലപ്പോ ഒരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു പീഡനം നടന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോ മദ്യവും മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടന്നപ്പോൾ ചിലപ്പോൾ അവിടെ വഴക്കും അടിയും വഴക്കും ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അതല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോഴേ ആ ഒരു ബന്ധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ഇല്ലാതെ ആ ജീവിതത്തിൽ തുടരണം, സമാധാനം ഇല്ലാതെ ആ ജീവിതത്തിൽ തുടരണം, സന്തോഷം ഇല്ലാതെ തുടരണം.